بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൽ പുലർത്തിപ്പാലിച്ച് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. വിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ്. ബർക്കത്തിൻ്റെ മാസമാണ് റമദാൻ മാസം. റമദാന്റെ മഹത്വങ്ങളും പ്രത്യേകതകളുമൊക്കെ അറിയുന്ന ഒരു ഉത്ഭുത സദസ്സാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സ്. ഇന്ന് വിശുദ്ധ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട്, വിശുദ്ധ നോമ്പുമായി ബന്ധപ്പെട്ട് ഏതാനും കർമ്മശാസ്ത്ര വിഷയങ്ങളാണ് ഇവിടെ ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത്.
കാരണം ഏതൊരു ദീനീ കർമ്മവും അത് അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇഖ്ലാസും ഇത്തിബാഉം ഷർത്താണ്. അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്. അതാണ് ഇഖ്ലാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കപ്പെടേണ്ടത് അവൻ ശറഅക്കിയത് കൊണ്ടാണ്. അതാണ് ഇത്തിബാ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅക്കിയത് കൊണ്ട് അവൻ ആരാധിക്കപ്പെടണം. നോമ്പിൻ്റെ വിഷയവും അപ്രകാരമാണ്. നോമ്പ് ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പാഴാകുക പാടുള്ളതല്ല. കാരണം നോമ്പ് നിർബന്ധമായ കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ വിളിച്ച് കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ വിധികളും വിലക്കുകളും വിശ്വാസികൾ അറിഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. നോമ്പ് പാഴാകുക, നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഗൗരവമേറിയ തെറ്റാണ്. അജ്ഞത പലപ്പോഴും മനുഷ്യന്മാരെ പല ബാത്തിലും ചെന്ന് ചാടിക്കും. നോമ്പ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൗരവം ഉണർത്തുന്ന ഒരു ഹദീസ് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നതിൽ ഇപ്രകാരമുണ്ട്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്വപ്നം ദർശിക്കുകയാണ്. ആ സ്വപ്ന ദർശനത്തിൽ 2 മലക്കുകൾ തിരുനബിയെ ഒരു പ്രയാസമായ രീതിയിൽ അല്ലെങ്കിൽ കയറുവാൻ പ്രയാസകരമായുള്ള ഒരു കുന്ന് കയറുവാൻ നിർബന്ധിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവ് കഴിവ് പറയുന്നുണ്ട്. മലക്കുകളുടെ സഹായത്തിൽ ആ മലമുകളിലെത്തിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താ? ഹത്താ ഇദാ കുൻതു ഫീ സവാഇൽ ജബൽ ഇദാ ബി അസ്വാത്തിൻ ശദീദ, ആ മലയുടെ മുകളിലെത്തിയ ഞാൻ കഠിനമായ ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഖുൽതു മാ ഹാദിഹിൽ അസ്വാത്ത്, എന്താണ് ഈ ശബ്ദമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഖാലു, കൂടെയുള്ള മലക്കുകൾ പറഞ്ഞത് ഹാദാ ഉവാഉ അഹ്ലിന്നാർ, നരകവാസികളുടെ നിലവിളിയും അട്ടഹാസവുമാണ്. സുമ്മൻ തലഖ ബി, പിന്നെ തിരുനബി പറയുകയാണ് എന്നെയും കൊണ്ട് വീണ്ടും മലക്കുകൾ പോയി. ഫൈദാ അന ബിഖൗമിൻ മുഅല്ലഖീന ബിഅറാഖീബിഹിം മുശഖഖതൻ അഷ്ദാഖുഹും തസീലു അഷ്ദാഖുഹും ദമാ, ഒരു വിഭാഗത്തിൻ്റെ അടുക്കലെത്തി അവരുടെ കാൽ മേലെയാക്കിയിട്ട് കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. അവരുടെ വായ ഇരുഭാഗങ്ങളിലും പിളർക്കപ്പെട്ടിരിക്കുന്നു. ആ പിളർക്കപ്പെട്ട ഇടത്തു നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. ഖുൽതു, ഞാൻ ചോദിച്ചു മൻ ഹൗലായി, ഇക്കൂട്ടർ ആരാണ്? അപ്പോൾ പറയപ്പെട്ടത് അല്ലദീന യുഫ്തിറൂന ഖബ്ല തഹില്ലത്തി സിയാമിഹിം, സമയമാകുന്നതിന് മുമ്പ് നോമ്പ് നഷ്ടപ്പെടുത്തിയ ആളുകളാണ് അവർ എന്നാണ്. അപ്പൊ സമയമാകുന്നതിന് മുമ്പ് നോമ്പ് പാഴാക്കുക അല്ലെങ്കിൽ നോമ്പിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഗൗരവമേറിയ തെറ്റാണ്. അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ ചിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. സഹീഹു തർഗീബിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെടുത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ നോമ്പല്ല ഓരോ ദീനീ കർമ്മങ്ങളും ചിട്ടപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅക്കിയത് കൊണ്ടാണ് അല്ലാഹു ഇബാദത്ത് എടുക്കേണ്ടത്. അല്ലാഹു ശറഅക്കിയത് എവിടെ കാണും? അത് കാണിച്ചു തരാനാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീ അനുസരിച്ച്, ചര്യ അനുസരിച്ചാണ് നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഇമാമു ദഹബി
പറഞ്ഞ ഒരു വാചകം നോമ്പിന്റെ വിഷയത്തിൽ ഇപ്രകാരം പ്രസിദ്ധമാണ്. വഇൻദൽ മുഅ്മിനീന മുഖററുൻ അന്ന മൻ തറക സൗമ റമദാൻ മിൻ ഗൈരി ഉദ്രിൻ അന്നഹു ശർറുൻ മിനസ് സാനി വമുദ്മിനിൽ ഖംർ. വഇൻദൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ അടുക്കൽ മുഖററുൻ, ഉറപ്പിക്കപ്പെട്ട കാര്യമാണ്. അന്ന മൻ തറക സൗമ റമദാൻ, റമദാനിലെ നോമ്പിനെ ഒരാൾ ഉപേക്ഷിച്ചാൽ മിൻ ഗൈരി ഉദ്രിൻ, യാതൊരു ഒഴിവ് കഴിവുകൾ ഏതുമില്ലാതെ ഒരാൾ റമദാനിലെ നോമ്പ് ഉപേക്ഷിച്ചാൽ അന്നഹു ശർറുൻ മിനസ് സാനി വമുദ്മിനിൽ ഖംർ, അയാൾ വ്യഭിചാരിയേക്കാൾ, കള്ളുകുടിയനേക്കാൾ, മദ്യപാനിയേക്കാൾ മോശക്കാരനാണ്. ബൽ യശുക്കൂന ഫീ ഇസ്ലാമിഹി, ഒഴിവ് കഴിവുകൾ ഏതുമില്ലാതെ നോമ്പ് ഉപേക്ഷിക്കുന്നവന്റെ ഇസ്ലാം, അതിൽ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ സംശയിക്കുന്നവരാണ്. വയദുന്നൂന ബിഹി സന്ദഖത വൽ ഇൻഹിലാൽ, അവൻ ഇസ്ലാമിലല്ല, പ്രത്യുത നിരീശ്വര നിർമ്മത വാദത്തിലാണ് എന്നാണ് മുഅ്മിനീങ്ങൾ അത്തരം ആളുകളെ കുറിച്ച് വിചാരിക്കുന്നത് എന്നാണ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ അഫ്തറ ഫി റമദാന മുസ്തഹില്ലൻ ലിദാലിക് വഹുവ ആലിമുൻ ബിതഹരീമിഹി ഇസ്തിഹ്ലാലൻ ലഹു വജബ ഖത്ലുഹു വഇൻ കാന ഫാസിഖൻ ഊഖിബ അൻ ഫിത്രിഹി ഫി റമദാൻ. ഒരാള് റമദാന്റെ പകലില് നോമ്പെടുക്കണില്ല, നോമ്പെടുക്കാത്തുമ്പോൾ അയാളുടെ വിശ്വാസം എന്താ? നോമ്പെടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നോമ്പെടുക്കാതിരിക്കാം, അത് അനുവദനീയമാണ് എന്ന നിലക്കൊരാൾ നോമ്പ് ഉപേക്ഷിച്ചാൽ വഹുവ ആലിമുൻ ബിതഹരീമിഹി ഇസ്തിഹ്ലാലൻ ലഹു, റമദാന്റെ പകലിൽ നോമ്പ് ഉപേക്ഷിക്കൽ ഹറാമാണെന്ന് അയാൾക്കറിയാം, പക്ഷെ എന്നാലും നോമ്പ് ഉപേക്ഷിക്കാം എന്ന നിലക്ക് അയാൾ നോമ്പ് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ വജബ ഖത്ലുഹു, ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ട് എങ്കിൽ അവനെ വധിക്കൽ നിർബന്ധമാണ്. വഇൻ കാന ഫാസിഖൻ ഊഖിബ അൻ ഫിത്രിഹി ഫി റമദാൻ, അതല്ല ഒരാൾ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ നോമ്പ് നോൽക്കൂല, നോമ്പ് കള്ളന്മാർ എന്ന് പറയും നമ്മളവിടെയൊക്കെ, നോമ്പ് നോൽക്കൂല, പ്രത്യുത നോമ്പ് ഉപേക്ഷിക്കും. നോമ്പാണ് അറിയാം, നോമ്പെടുക്കണം എന്നുള്ളതും അറിയാം, നോമ്പ് ഉപേക്ഷിക്കൽ തെറ്റാണെന്നും അറിയാം, പക്ഷെ നോമ്പെടുക്കൂല. ഞങ്ങളൊക്കെ നാട്ടില് ടൗണിലുള്ള കടകളൊക്കെ നോമ്പാട്ടിന് അടക്കും, പകരം പാടത്തും ചൂട് കാലത്ത് തോട്ടിലും വേറെ തുടങ്ങും. തോട്ടിൽ എന്തിനാ തുടങ്ങുന്നത്? തോട്ടിൽ തുടങ്ങുന്നത് ഈ പല മാപ്പിളാർക്കും രഹസ്യമായിട്ട് പോയിട്ട് അവിടുന്ന് അടിച്ചു പൊളിക്കാനാണ്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഊഖിബ അൻ ഫിത്രിഹി ഫി റമദാൻ, ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ട് എങ്കിൽ അയാൾ റമദാന്റെ പകലിൽ നോമ്പ് ഉപേക്ഷിക്കുന്നതിന് ശിക്ഷ നൽകപ്പെടണം എന്നാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തിയത്. ഇത് നോമ്പിന്റെ ഹുക്മുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നോമ്പ് ഉപേക്ഷിക്കുന്ന മനുഷ്യന്മാർ വ്യഭിചാരിയേക്കാൾ, അതേപോലെ തന്നെ മുഴുകുടിയനേക്കാൾ മുസ്ലിമീങ്ങളുടെ അടുക്കൽ പാപിയാണ് എന്നത് സ്ഥിരപ്പെട്ട വിഷയമാണെന്ന ഇമാം ദഹബിയുടെ വചനം, അത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോമ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു മസ്അല നിയ്യത്തുമായി ബന്ധപ്പെട്ടാണ്. നിയ്യത്ത് നമുക്കറിയാം, നാവുകൊണ്ട് ചൊല്ലി പറയാൻ പാടുള്ളതല്ല, മനസ്സുകൊണ്ട് കരുതുകയാണ് വേണ്ടത്. നിയ്യത്ത് നാവുകൊണ്ട് ചൊല്ലി പറയുക എന്നുള്ളത് അതൊരു പുത്തൻ സമ്പ്രദായമാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണ് അതിൻ്റെ മാന, അർത്ഥം.
കരുതുവാനുള്ള സ്ഥാനം അത് ഖൽബാണ്, ഒരിക്കലും നാവല്ല. നിയ്യത്തില്ലാതെ കർമ്മം ശരിയാകുകയുമില്ല. ഏതാണ് കർമ്മമെന്നും ആർക്കാണ് കർമ്മമെന്നും നിയ്യത്തിൽ നിർണയിക്കപ്പെടേണ്ടതുണ്ട്. അത് ഒരാളുടെ മനസ്സിൽ അയാൾ ബോധമുള്ളവനാവുക എന്നുള്ളതാണ്. നവൈതു സൗമഗദിൻ എന്ന് പറഞ്ഞ് നിയ്യത്ത് ചൊല്ലിക്കൊടുക്കുന്ന സമ്പ്രദായം അത് ദീനിലുള്ളതല്ല. മറ്റൊരു മസ്അല നിയ്യത്തുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് നിയ്യത്ത് പുതുക്കേണ്ടതുണ്ടോ? അതല്ല, ഒന്നായിട്ട് നിയ്യത്തെടുത്താൽ മതിയാകുമോ? തുടർച്ചയായി നോമ്പെടുക്കേണ്ട നോമ്പുണ്ട് ഇസ്ലാമിൽ. ഏതാ തുടർച്ചയായിട്ട് നോമ്പെടുക്കേണ്ടത്? റമദാൻ മാസത്തിലെ നോമ്പ് തുടർച്ചയായി നോൽക്കേണ്ടതാണ്. റമദാനിൽ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നിബന്ധന ഒത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ തുടർച്ചയായിട്ട് നോമ്പെടുക്കണം. തതാബുഅ് നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമായ പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള നാട്ടിൽ താമസിക്കുന്ന നോമ്പ് നോൽക്കാൻ കഴിവുള്ള ആർത്തവരക്തം പ്രസവരക്തം പോലുള്ളതായ തടസ്സങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമാണ്. എങ്ങനെ നിർബന്ധം? റമദാന്റെ പകലുകളിൽ തുടർച്ചയായിട്ട് നോമ്പ് നിർബന്ധമാണ്. അപ്പൊ തുടർച്ചയായിട്ട് നോൽക്കേണ്ട നോമ്പുകളുണ്ട്. അതിലൊന്നാണ് റമദാൻ മാസത്തിലെ നോമ്പ്. പിന്നെ ഒന്ന്, ഭാര്യനെ ദിഹാർ നടത്തിയാൽ, ഒരാൾ തൻ്റെ ഭാര്യനെ ഉമ്മയോട് സാദൃശ്യപ്പെടുത്തി, അല്ലെങ്കിൽ തനിക്ക് എന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട പെങ്ങൾ, കുഞ്ഞാമ, അതേപോലെ മൂത്തമ്മ, അമ്മായി പോലുള്ളവരോട് സാദൃശ്യപ്പെടുത്തിയിട്ട് നിന്നെ ഞാൻ പ്രാപിക്കുകയില്ല എന്ന് ഒരാൾ പറയലാണ് ദിഹാർ. അത് പവിത്രമാക്കപ്പെട്ട വിവാഹബന്ധത്തെ ഒരു മനുഷ്യൻ കേടാക്കലാണ്, അതിൻ്റെ പവിത്രത കെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിൽ കഠിനമായ ശിക്ഷയാണ്, കഠിനമായ പ്രായശ്ചിത്തമാണ് നിശ്ചയിച്ചത്. അപ്പൊ അതിന് പ്രായശ്ചിത്തത്തിൽ 2 മാസം തുടർച്ചയായി നോമ്പ് വിൽക്കുന്നുണ്ട്. അപ്പൊ റമദാൻ മാസത്തിലെ നോമ്പിന് തുടർച്ച നിർബന്ധമാണ്. ബിഹാറിന്റെ പ്രായശ്ചിത്തത്തിൽ 2 മാസത്തെ നോമ്പിന് തുടർച്ച നിർബന്ധമാണ്. അപ്രകാരം തുടർച്ച നിർബന്ധമായ മറ്റൊരു നോമ്പാണ് അബദ്ധത്തിൽ ഒരാൾ ഒരു വ്യക്തിയെ കൊല്ലുക. ഒരാൾ ഒരു വ്യക്തിയെ അബദ്ധത്തിൽ കൊന്നു, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. എങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം, അതിൽ തുടർച്ചയായ നോമ്പുണ്ട്. ആ നോമ്പും അതിലും തുടർച്ച നിർബന്ധമാണ്. അതേപോലെ റമദാനിന്റെ പകലിൽ ഒരാൾ ഭാര്യയെ പ്രാപിച്ച്, വിശുദ്ധ റമദാന്റെ പകലിൽ ഒരാൾ ഭാര്യയെ പ്രാപിച്ച്, ഭാര്യ ബലാത്കാരത്തിന് ഇരയായിട്ടാണ് എങ്കിൽ അവൾക്ക് ഇഷ്ടമല്ല, പക്ഷെ ആ ബലാത്കാരത്തിന് വിധേയായിട്ട് ഭാര്യ അതിന് കീഴ്പ്പെട്ട് എങ്കിൽ ഭാര്യ കുറ്റക്കാരിയല്ല, അവളുടെ മേൽ പ്രായശ്ചിത്തമല്ല. അതേസമയം ഈ ഭർത്താവ് അയാൾ 2 മാസം തുടർച്ചയായിട്ട് നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട്, പ്രായശ്ചിത്തം എന്നോണം. ഭാര്യയും മനസമ്മതമുള്ളവളാണ് എങ്കിൽ, അവൾ പ്രതിരോധിച്ചിട്ടില്ല എങ്കിൽ അവളുടെ മേലും 2 മാസം പ്രായശ്ചിത്തമായിട്ട് നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട്. ഈ 2 മാസത്തെ നോമ്പിനും തുടർച്ച നിർബന്ധമാണ്. അപ്പോ തുടർച്ച നിർബന്ധമായ നോമ്പുകൾ, ഒന്ന് റമദാനിലേത്, മറ്റൊരാളെ അബദ്ധത്തിൽ കൊന്നതിന്റെ പ്രായശ്ചിത്തത്തിൽ, ദിഹാറിന്റെ പ്രായശ്ചിത്തത്തിൽ, റമദാന്റെ പകലിൽ ഭാര്യയെ പ്രാപിച്ചതിന്റെ പ്രായശ്ചിത്തത്തിലുള്ള ഈ നോമ്പുകളിൽ തുടർച്ച നിർബന്ധമാണ്. അപ്രകാരം തുടർച്ച നിർബന്ധമായ മറ്റൊരു നോമ്പാണ് ഒരാൾ 10 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുവാൻ നേർച്ചയാക്കി. ഒരാൾ നോമ്പ് നേർച്ച നേർന്നു, അള്ളാഹുവിന് 10 ദിവസം തുടർച്ചയായി നോമ്പെടുക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട് എങ്കിൽ അയാൾ തുടർച്ചയായിട്ട് തന്നെ ആ 10 ദിവസം നോമ്പെടുക്കണം, മുറിക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ തുടർച്ച നിർബന്ധമായ നോമ്പുകളുണ്ട്. അതിലൊരു നോമ്പാണ് റമദാൻ മാസത്തിലെ നോമ്പ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയം നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരാൾ റമദാൻ മാസത്തിൽ വേറെ നോമ്പൊന്നുമില്ല, അതുകൊണ്ട് തന്നെ റമദാന്റെ തുടക്കത്തിൽ ഞാൻ ഈ മാസം മുഴുവൻ നോമ്പെടുക്കാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു. ആ നിയ്യത്ത് മതിയോ? അതല്ല, എല്ലാ രാവിലും അയാൾ നിയ്യത്ത് പുതുക്കേണ്ടതുണ്ടോ? ഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ
ഒരു നിയ്യത്ത് മതിയാകൂല മാസം മുഴുവനും, പ്രത്യുത എല്ലാ ദിവസവും നിയ്യത്ത് പുതുക്കേണ്ടതുണ്ട് എന്ന പക്ഷക്കാരാണ് ഇമാം മാലിക് റഹിമഹുല്ല, അതേപോലെ അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ല, ഇമാം ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റഹിമഹുല്ല. ഈ ഇമാംമാരുടെ പക്ഷം മാസത്തിന്റെ തുടക്കത്തിൽ ഒരു നിയ്യത്തുണ്ടായാൽ തന്നെ മാസം മുഴുവനും അത് മതി, എന്ത് വേണ്ടതില്ല, നിയ്യത്ത് ഓരോ രാവിലും പുതുക്കേണ്ടതില്ല എന്ന പക്ഷക്കാരൻ. രണ്ടു കൂട്ടരും ഉപോത്ബലകമായ തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ചില ഹദീസിന്റെ തേട്ടങ്ങൾ അറിയിക്കുന്നത് ഓരോ ദിവസവും നോമ്പിനെ പുതുക്കുക, നിയ്യത്തിനെ പുതുക്കുക എന്നുള്ളതാണ്. മല്ലം യുജ്മിഉ സിയാം ഖബ്ലൽ ഫജ്ർ, ഫജ്റിന് മുമ്പ് നിയ്യത്തിനെ ഒരാൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, ചില റിപ്പോർട്ടുകളിൽ ഫിൽ ലൈൽ, രാത്രി തന്നെ നിയ്യത്തിനെ ഒരാൾ കരുതിയിട്ടില്ല എങ്കിൽ എന്ന രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ ആ ഹദീസുകളുടെ ബാഹ്യം അറിയിക്കുന്നത് രാവിലെ തന്നെ ഓരോ ദിവസത്തിനും ഒരാൾ നിയ്യത്ത് ഉള്ളവനാക്കണം, നിയ്യത്ത് പുതുക്കണം എന്നുള്ളതാണ്. പക്ഷെ ഒരാൾ പുതുക്കിയില്ല, മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ അയാൾക്ക് നോമ്പെടുക്കണം എന്നുള്ള നിയ്യത്തുണ്ട് എങ്കിൽ അയാളുടെ നോമ്പ് ശരിയാണ്, പക്ഷെ പൂർണ്ണത, അതാണ് വിഷയം. ലാ സിയാമ എന്നാണ്, പൂർണ്ണമായ നോമ്പില്ല ലിമല്ലം യുജ്മിഉ സിയാം ഖബ്ലൽ ഫജ്ർ, ഫജ്റിന് മുമ്പ് നിയ്യത്തിനെ കൊണ്ടുവരാത്തവന് എന്നാണ്. അപ്പൊ പരിപൂർണത ഓരോ ദിവസവും നോമ്പിനുള്ള നിയ്യത്ത് പുതുക്കലാണ്. അതേസമയം ഒന്നിച്ച് നിയ്യത്ത് നോമ്പിന് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ വിഷയമല്ല. പക്ഷെ സൂക്ഷ്മതയും ഏറ്റവും ഉത്തമവും ഓരോ ദിവസവും പുതുക്കുക എന്നുള്ളതാണ്. അത് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു തുടർച്ച നിർബന്ധമായ നോമ്പാണ് റമദാൻ മാസത്തിലെ നോമ്പ്. ഒരാൾ മാസത്തിന്റെ തുടക്കത്തിൽ നെയ്യത്ത് ചെയ്തു, പക്ഷേ ഇടയിൽ അയാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, യാത്ര കാരണത്താൽ, രോഗം കാരണത്താൽ, മറ്റെന്തെങ്കിലും നോമ്പ് നഷ്ടപ്പെടുത്തേണ്ട കാരണമുണ്ടായിട്ട് അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത്തരം സന്ദർഭത്തിൽ അയാളുടെ നിയ്യത്ത് മുറിഞ്ഞ് അത്തരക്കാരെന്ത് ചെയ്യണം? പിന്നീട് നോമ്പ് എടുത്തു തുടങ്ങുമ്പോൾ അവർ നിയ്യത്തുള്ളവരായിരിക്കണം എന്ന കാര്യം ഇത്തരുണത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയൊക്കെ നിയ്യത്ത് എടുക്കുക, നിയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നെഞ്ഞത്ത് കയറ്റിയേക്കുന്ന ഒരു സാധനത്തിന് മാതിരി ആളുകൾ ഒരു ഭാരമുള്ളതായിട്ട് വിചാരിക്കും. യഥാർത്ഥത്തിൽ നിയ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കരുതലാണ്, നമ്മളുടെ ബോധമാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, കർമ്മങ്ങൾ നിയ്യത്തുകൾ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിനെ പണ്ഡിതന്മാർ ഒരു ഖായിദയായിട്ട് പറയാറുണ്ട്. അൽ ഉമൂറു ബിമഖാസിദിഹ, കാര്യങ്ങളെല്ലാം മഖ്സദുകൾ കൊണ്ടാണ്. മഖ്സദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദേശം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉദ്ദേശവും ലക്ഷ്യവുമാണ് അവിടെ പറയുന്നത്. അല്ലാതെ നാവ് കൊണ്ട് ഇങ്ങനെ ചൊല്ലി പറയുക, നാവ് കൊണ്ട് ചൊല്ലിക്കൊടുക്കുക എന്ന രീതിയല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നോമ്പ് നോൽക്കുന്ന മനുഷ്യന്മാർ സഹൂറിന്റെ കാര്യം നമുക്കറിയാലോ. സഹൂർ പുണ്യകരമായ ഭക്ഷണമാണ്. സഹൂർ കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതാണ്. സഹൂർ കഴിക്കുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കുമെന്നും അള്ളാഹുവും മലക്കുകളും അവരെ വാഴ്ത്തുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ, സഹൂർ കഴിക്കുന്നവരെ അള്ളാഹുവിന്റെ മലക്കുകളും വാഴ്ത്തും എന്ന ഹദീസിലുണ്ട്. അപ്പൊ നമ്മൾ സഹരി അല്ലെങ്കിൽ സഹൂർ, ഇടയത്താഴം, അതോടുകൂടിയായിരിക്കണം നോമ്പ് നോറ്റ് തുടങ്ങേണ്ടത്. അപ്പോൾ തന്നെ എന്തിനാ നമ്മൾ സഹരി കഴിക്കണത്, എന്തിനാ ഇടയത്താഴം കഴിക്കണത്? നോമ്പെടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ തീരുമാനവും ആ ഉദ്ദേശവും ഉണ്ട്. പിന്നെ ഒരാൾ ഞാൻ നാളത്തെ നോമ്പിനെ, റമദാൻ മാസത്തിലെ നോമ്പിനെ അതാ ആയി നിർവഹിക്കുവാൻ, അള്ളാഹുവിന് നിർവഹിക്കുവാൻ ഞാൻ കരുതുന്നു എന്ന് നാവ് കൊണ്ട് പറയേണ്ട കാര്യമല്ല. അത് ദീനിൽ ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നോമ്പിൽ ആളുകൾ പലപ്പോഴും ഉന്നയിക്കുന്ന
ഒരു സംശയമാണ്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതേപോലെ ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം, ബോധപൂർവം ഒരാൾ ഇന്ദ്രിയത്തെ സ്ഖലിപ്പിക്കുക, ഉണ്ടാക്കി നമ്മൾ മനഃപൂർവ്വം ഛർദ്ദിക്കുക. ഈ കാര്യങ്ങളാണ് നോമ്പിനെ നഷ്ടപ്പെടുത്തുന്നതായ കാര്യങ്ങൾ. ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൽആന ബാശിറൂഹുൻ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ സുമ്മ അത്തിമ്മു സിയാമ ഇലൽ ലൈൽ. ഭാര്യമാരെ പ്രാപിക്കുക, തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നിട്ട് രാത്രി വരേക്കും, പിന്നീട് ഫജ്ർ ഉദിക്കുന്നത് വരെ, ഫജ്ർ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നീട് രാത്രി വരേക്കും നോമ്പിനെ പൂർത്തീകരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ ഇസ്തഖാ ഫൽയഖ്ദി, വല്ലവനും ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ, വായിൽ വിരലിട്ടും, അതേപോലെ തന്നെ ചില ആളുകൾ ഓവറായിട്ട് വായ ചികിത്സിക്കും, അപ്പം അതിന് ഛർദിലുണ്ടാകും. അപ്പം ബോധപൂർവ്വം ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നോമ്പ് ഖദാ വീട്ടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളാണ്. കൂടുതൽ രക്തം ഒരാളുടെ ശരീരത്തിൽ നിന്ന് പുറത്തുപോയി, ഉദാഹരണത്തിന് ഒരാൾ രക്തദാനം ചെയ്ത്, അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് രക്തം കൂടുതലായി വാർന്നൊലിച്ച്, ഇത് നോമ്പിനെ നഷ്ടമാക്കുമോ? അതേപോലെ തന്നെ പരിശോധിക്കാൻ വേണ്ടി രക്തം ശരീരത്തിൽ നിന്നെടുത്ത്, ഇത് നോമ്പിനെ നഷ്ടമാക്കുമോ? ഒരാൾ ചികിത്സയുടെ ഭാഗമായിട്ട് അയാളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം വന്നപ്പോൾ പല്ലെടുത്ത്, അല്ലെങ്കിൽ പല്ല് ചികിത്സയുമായി ബന്ധപ്പെട്ട് പല്ലെടുക്കുക, അതേപോലെ തന്നെ പല്ലടക്കുക തുടങ്ങിയിട്ടുള്ളതായ അതൊക്കെ നോമ്പുകാരന് അനുവദനീയമായ സംഗതികളാണ്. ആ വിഷയത്തിൽ രക്തം പുറത്തു പോയിട്ടുണ്ടെങ്കിലും കൂടുതൽ രക്തം പുറത്തു പോകുന്ന രീതിയിൽ ഒരാൾ പ്രയാസത്തിലകപ്പെട്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് രക്തദാനം ചെയ്യേണ്ടി വന്ന്, ഇത് നോമ്പിനെ നഷ്ടമാക്കുമോ? നോമ്പിനെ നഷ്ടമാക്കുകയില്ല എന്ന അഭിപ്രായത്തിനാണ് ബലമുള്ളത്. ഒരാൾ രക്തം വാർന്നൊലിച്ച് രോഗിയായി മാറിയാൽ ആ വിഷയം വേറെയാണ്. രോഗിയെ സംബന്ധിച്ചിടത്തോളം ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, യാത്രയിലാണ് അല്ലെങ്കിൽ രോഗിയാണ്, അവർ നോമ്പ് പിന്നീട് ഖദാ വീട്ടിയാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. രോഗവുമായി ബന്ധപ്പെട്ടല്ല. പിന്നെയോ രോഗമില്ലാത്ത അവസ്ഥയിൽ ഒരാൾക്ക് രക്തം നഷ്ടപ്പെട്ട് കൂടുതൽ, അതിൻ്റെ പേരിൽ, കേവലം അതിൻ്റെ പേരിൽ ഒരാളുടെ നോമ്പ് നഷ്ടമാവുകയില്ല. അതേപോലെ തന്നെ രക്തദാനം ചെയ്തു എന്നതിൻ്റെ പേരിലും ഒരാളുടെ നോമ്പ് നഷ്ടമാവുകയില്ല. കൊമ്പ് വെക്കുന്നവൻ അവന് നോമ്പ് നഷ്ടമായി എന്നറിയിക്കുന്ന വചനം നോമ്പിനെ നഷ്ടമാക്കും എന്ന് പറയുന്നവർ തെളിവിന് കൂട്ടുപിടിക്കാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരിക്കെ കൊമ്പ് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസും സ്ഥിരപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. ആ വിധിയാണ് പിൽക്കാലത്ത് സ്ഥിരപ്പെട്ടതായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സ്ഥിരപ്പെട്ടതായ വിധി. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നോമ്പ് നഷ്ടമാവുകയില്ല എന്നുള്ളതാണ്. ഇതേപോലെ ചികിത്സയുടെ ഭാഗമായി ഉപയോഗിക്കുന്നതായ കുത്തിവെപ്പുകൾ, ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ നോമ്പ് നഷ്ടമാകും. ഭക്ഷണ പാനീയങ്ങൾക്ക് പകരമായി ആളുകൾ ഉപയോഗിക്കുന്ന കുത്തിവെപ്പുകളുണ്ട്. അത് നോമ്പിനെ നഷ്ടമാക്കും എന്നുള്ളത് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പം ചില രോഗികൾക്ക് ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റു രോഗത്തിനെ പ്രതിരോധിക്കുവാനുള്ളതായ ഇതര കുത്തിവെപ്പുകൾ, അതൊരിക്കലും
നോമ്പിനെ നഷ്ടമാക്കുകയില്ല എന്ന പണ്ഡിതാഭിപ്രായമാണ് ബലപ്പെട്ടത്. ചില നോമ്പുകാരായ രോഗികൾക്ക് മരുന്ന് ഉള്ളിലേക്ക് നൽകാതെയുള്ള ചില ചികിത്സകളുണ്ട്. ഇപ്പം വായയിലൂടെ മൂക്കിലൂടെയൊക്കെ കുഴലിറക്കിയിട്ടുള്ളതായ എൻഡോസ്കോപ്പി പോലുള്ളതായ ചികിത്സകൾ. അതേപോലെ തന്നെ അതിലെന്തില്ല, മരുന്ന് നൽകിക്കൊണ്ടുള്ളതായ ഉള്ളിലേക്ക് മരുന്ന് നൽകിക്കൊണ്ടുള്ളതല്ലാത്ത രീതിയിലാണ് ഇപ്പം ഞരമ്പുകളിലൂടെ, മൂക്കിലൂടെ, അതേപോലെ വായിലൂടെ, പൊക്കിളിലൂടെ, അതേപോലെ തന്നെ മുൻപിൻ ദ്വാരങ്ങളിലൂടെയൊക്കെ പിന്നെ ഇത്തരം ചികിത്സകൾ നിർവഹിക്കാറുണ്ട്. രോഗനിർണയങ്ങൾ നടത്താറുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അവ നോമ്പിനെ നഷ്ടപ്പെടുത്തുമോ ഇല്ലേ? വീക്ഷണ വ്യത്യാസമുണ്ടെങ്കിലും പ്രബലമായിട്ടുള്ളത് അതിലൂടെ ഉള്ളിലേക്ക് മരുന്ന് നൽകാത്ത രീതിയിൽ ഉള്ളതാണ് എങ്കിൽ അത് നോമ്പിനെ നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ളതാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പണ്ട് മുതലേ അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ ഒരാൾ നോമ്പുകാരനായിരിക്കെ കല്ല് അല്ലെങ്കിൽ ഇരുമ്പ് പോലുള്ളത് വിഴുങ്ങിയെന്ന് വെക്കുക. ആരും കല്ല് വാരി തിന്നൂല, പക്ഷെ ഒരാളുടെ കല്ല് വായിൽ പോയി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മരക്കഷ്ണം പോലുള്ളതൊക്കെ ഇറങ്ങിയാൽ അതിൻ്റെ പേരിൽ നോമ്പ് നഷ്ടമാകുമോ? ഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് നഷ്ടമാകും എന്നുള്ളതാണ്. ഒരാൾ നോമ്പുകാരനായിരിക്കെ കല്ലോ മറ്റോ വായിലിട്ട് അത് വിഴുങ്ങിയാൽ നോമ്പ് നഷ്ടാകുക? നോമ്പ് നഷ്ടമാകും എന്നുള്ള പക്ഷക്കാരാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ. ഷാഫി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും ഫുഖഹാക്കൾ ആ പക്ഷക്കാരാണ്. ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ മാത്രമാണ് അതവിടെ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ, ഒരാൾ വായിലിട്ടത് ഉള്ളിലെത്തിയെങ്കിലും ഛർദിച്ച് അങ്ങനെ അത് പോയിട്ടുണ്ടെങ്കിൽ നോമ്പ് നഷ്ടാവില്ല. അത് അവിടെ നിൽക്കുകയാണെങ്കിലോ നോമ്പ് നഷ്ടമാകും എന്നിടത്താണ് അബൂ ഹനീഫത്തുൻ നുഅ്മാന്റെ പക്ഷമുള്ളത്. പക്ഷെ ചില പണ്ഡിതന്മാർ, ഭൂരിപക്ഷ പണ്ഡിതന്മാർക്കെതിരിൽ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണ പദാർത്ഥങ്ങളെയും പാനീയങ്ങളെയുമാണ് നോമ്പ് മുറിക്കുന്നതായിട്ട് എന്ത് ചെയ്തത് പറഞ്ഞത്. ഫകുലു വഷ്റബു, നിങ്ങൾ തിന്നോളിയും കുടിച്ചോളിയും, ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ഫജ്ർ ഉദിക്കുന്നത് വരെ തിന്നാനും കുടിക്കാനും പറഞ്ഞു. ഫജ്ർ ഉദിച്ചാലോ പിന്നെ പകലിന്റെ അന്ത്യത്തിൽ സൂര്യാസ്തമയം വരെ നോമ്പ് നോൽക്കാനും പറഞ്ഞു. തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്ന്. അപ്പൊ തീറ്റയും കൂടിയാണ് വിഷയം. ഭക്ഷണമാണ് തിന്നാനും കുടിക്കാനും ഉപയോഗിക്കുന്നത്. ആ ഭക്ഷണ സാധനങ്ങൾ ഉള്ളിലേക്ക് പോയാലാണ്, അല്ലെങ്കിൽ ഭക്ഷണ പാനീയങ്ങളുടെ പകരം നിൽക്കുന്നത് ഉള്ളിലേക്ക് പോയാലാണ് നോമ്പിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഒരാൾ വായിൽ ഒരു കല്ല് ഇട്ട് അത് ഉള്ളിലേക്കായി, അല്ലെങ്കിൽ എന്തെങ്കിലും മരക്കഷ്ണം പോലുള്ളത് ഉള്ളിലേക്കായി എന്നതിൻ്റെ പേരിൽ നോമ്പ് നഷ്ടമാവുകയില്ല, കാരണം അതൊന്നും ഭക്ഷണ പദാർത്ഥമല്ല എന്ന് പറഞ്ഞ് ഭൂരിപക്ഷ പണ്ഡിതന്മാരെ നിരൂപണം നടത്തിയ ഫുഖഹാക്കളുണ്ട്. അതിൻ്റെ പേരിൽ നോമ്പ് നഷ്ടാവില്ല. ആ അഭിപ്രായത്തെ എടുത്തുദ്ധരിച്ച് ചികിത്സയുടെ ഭാഗമായി, രോഗനിർണയത്തിൻ്റെ ഭാഗമായി ഇത്തരം കുഴലുകൾ വായയിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഇതര അവയവങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, കേവലം രോഗനിർണയത്തിന് വേണ്ടി ചികിത്സക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനാൽ നോമ്പ് മുറിയുകയില്ല എന്ന അഭിപ്രായത്തെയാണ് പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. ശരിയോടടുത്ത അഭിപ്രായവും അതാണ്. പക്ഷേ ചിലർ ഈ രോഗനിർണയത്തോടൊപ്പം ഉള്ളിലേക്ക് മരുന്ന് നൽകിക്കൊണ്ടുള്ളതായ ആധുനിക രീതിയിലുള്ള ചികിത്സകളുണ്ട്. അത് നോമ്പിനെ നഷ്ടമാക്കും എന്നുള്ളതാണ്. പണ്ഡിതന്മാർ ഈ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉണർത്തുന്ന ഒരു സംഗതി, ഇപ്പം നമുക്കറിയാം, തുള്ളി മരുന്നൊക്കെ നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ കുത്തിവെപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, രോഗ ചികിത്സ ആവശ്യാർത്ഥം നടത്തുന്ന കുത്തിവെപ്പുകൾ അത് നോമ്പിനെ നഷ്ടമാക്കുകയില്ല. അതേപോലെ തന്നെ കണ്ണിൽ മരുന്നുറ്റിക്കുക, കാതിൽ മരുന്നുറ്റിക്കുക, ഇതൊന്നും
നോമ്പിനെ നഷ്ടാക്കുകയില്ല. മൂക്കിൽ മരുന്നുറ്റിക്കുന്നതിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞത് നോമ്പിനെ നഷ്ടമാക്കും. കാരണം മൂക്കും അതേപോലെ തന്നെ വായയും ഉള്ളിലേക്കുള്ള ആമാശയത്തിലേക്കുള്ള വഴികളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്താ മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റുക എന്നുള്ളത്? വുളൂവിന്റെ ഭാഗമാണ്. ഷാഫിയാക്കളാണ് അതൊരു സുന്നത്തായിട്ട് പറയല്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വായിൽ വെള്ളം കൊണ്ട് ചുഴറ്റി തുപ്പലും സുന്നത്തായിട്ടാണ് ഷാഫിയാക്കൾ അവതരിപ്പിക്കല്. പക്ഷേ തെളിവുകളുടെ ബലത്തിൽ പല പണ്ഡിതന്മാരും പറഞ്ഞത് വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും നിർബന്ധമാണ് വുളൂവിൻ്റെന്നാണ്. വുളൂവിന്റെ നിർബന്ധ ഭാഗമാണത് എന്നാണ്. ഏതായാലും മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്, മൂക്കിൽ വെള്ളം പ്രവേശിപ്പിച്ച് ചീറ്റുന്നത് നീ നന്നാക്കുക, നല്ലോണം ചെയ്യാൻ പറഞ്ഞു. ഇല്ല അൻ തകൂന സായിമൻ, നീ നോമ്പുകാരനല്ലെങ്കിൽ. ഇപ്പൊ നോമ്പുകാരനാകുമ്പോൾ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാ? മൂക്കിലൂടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂക്കിൽ മരുന്നുറ്റിക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അത് നോമ്പിനെ നഷ്ടമാക്കും. കണ്ണിൽ ഉറ്റിക്കുന്നത് പോലെയും കാതിൽ ഉറ്റിക്കുന്നത് പോലെയുമല്ല മൂക്കിൽ ഉറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല, പിന്നെ അവിടെയും ഭക്ഷണ പദാർത്ഥമല്ല ഈ ഉറ്റിക്കപ്പെടുന്ന മരുന്ന്, മാത്രമല്ല ആ മരുന്നിന്റെ കെമ്മിയ വളരെ കുറവാണ്, തുള്ളി ഡ്രോപ്സുകളല്ലേ, അത് ഉള്ളിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെയും വലിയൊരു വിഹിതമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിലർ മൂക്കിൽ ഉറ്റിക്കുന്നതും നോമ്പിനെ നഷ്ടമാക്കുകയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊരു ബലപ്പെട്ട അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ശരിയോടടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് അത് നോമ്പിനെ മൂക്കിലുറ്റിക്കുന്നത് നോമ്പിനെ നഷ്ടമാക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് ഇത്തരം ചികിത്സകൾ കഴിയുന്നിടത്തോളം രാവിലേക്ക് പിന്തിപ്പിക്കുക, രാത്രി സമയത്തേക്ക് പിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ഇഞ്ചക്ഷൻ വെക്കലാവട്ടെ, അതേപോലെ തന്നെ തുള്ളിമരുന്നുകൾ ഉപയോഗിക്കലാകട്ടെ, മറ്റു ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ളത് അത് രാത്രിയിലേക്കാക്കിയിട്ടുണ്ട് എങ്കിൽ എന്തായി? നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നവരായി എന്നുള്ളതാണ്. ഒരു വിഷയം, റമദാൻ മാസമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ? ചൂട് കൂടിയത്, ചുട്ടുപൊള്ളുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അറബികൾ പണ്ട് കാലത്ത് മാസങ്ങൾക്ക് പേരിടുമ്പോൾ ഓരോ മാസത്തിൻ്റെയും ആ സമയത്തിൻ്റെ പ്രത്യേകത അവർ നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പേരിടുന്ന ആ കാലവും സ്ഥലവും ഒക്കെ അവർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ റമദാൻ എന്നുള്ള മാസത്തിന് പേരിടുന്ന ആ സമയത്ത് നല്ല ചൂടായിരുന്നു, മണലിന് ചൂട്, ചുടുകാറ്റ്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ളത് എന്ന അർത്ഥം വരുന്ന അറബി പദമാണ് റമദാനിന് പേരിന് അറബികൾ തിരഞ്ഞെടുത്തത്. ഷവ്വാൽ, അതേപോലെ ഷവ്വാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒട്ടകങ്ങളൊക്കെ പാല് വറ്റി പിന്നെ ഒട്ടകങ്ങൾ ഇണകളെ പ്രാപിക്കുന്ന സന്ദർഭമാണ്. ആ ഒരു പ്രത്യേകത ആ സമയത്തിനുള്ളത് കൊണ്ട് ഷവ്വാൽ എന്ന് പേരിടുകയുണ്ടായി എന്നൊക്കെ ഇതിൻ്റെ ഈ മാസങ്ങൾക്ക് പേരിട്ടതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും റമദാൻ ഈ വർഷം റമദാൻ തന്നെയാണ്. ഈ ചൂടിൽ വലിയൊരു പരീക്ഷണമാണ്. ദീനിനെ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ അമലും ഷറഅാക്കിയത് പരീക്ഷണമായിട്ട് തന്നെ. നമുക്ക് ഹയാത്തും മൗത്തും നിശ്ചയിച്ചത് തന്നെ എന്തിനാ? ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, ആരാണ് നിങ്ങൾ ഏറ്റവും നന്നായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നുള്ളത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അഹസിബന്നാസ യുത്രഖു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ജനങ്ങൾ വിചാരിച്ചോ അവരെ വെറുതെ വിട്ടേക്കുമെന്ന്? പരീക്ഷിക്കപ്പെടാത്ത നിലക്ക് അതുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ചില സമയങ്ങളിൽ ഇതുപോലെ റമദാൻ മാസത്തിൽ ചൂട്, അതേപോലെ തന്നെ ചുടുകാറ്റ്, മരിപ്പറമ്പിൻ്റെ ചൂട് ഒക്കെ പാടെയാവുമ്പോൾ ഒരു പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണത്തിൽ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ സത്യസന്ധത പരീക്ഷിക്കും. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനൽ ത്വയ്യിബ്.
അള്ളാഹു മുഅ്മിനീങ്ങളെ വെറുതെ അങ്ങനെ വിടൂല. പിന്നെയോ ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്, ത്വയ്യിബിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബീസിനെ വേർതിരിക്കും. നല്ല മനുഷ്യന്മാരിൽ നിന്ന് വൃത്തികെട്ടവരെ അള്ളാഹു വേർതിരിക്കും. അതിനെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നിശ്ചയിക്കും. ആ പരീക്ഷണങ്ങളിൽ നെല്ലും പതിരും വേർതിരിയും, കള്ള നാണയവും ഒറിജിനൽ നാണയവും വേർതിരിയും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് ചില സുന്നത്തുകൾ ഉണ്ട്, ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. റമദാൻ മാസത്തിൻ്റെ ചൂടിൽ പകലിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് ശ്രമകരാണ്. ചൂടിനപ്പുറം രാവ് വന്നാൽ രാവുകളിൽ നമസ്കരിക്കുക എന്നുള്ളതും ശ്രമകരം തന്നെയാണ്. പക്ഷേ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഋജുമനസ്കരായി അള്ളാഹുവിനോട് തൗഫീഖിനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും യാചിച്ചുകൊണ്ട് സത്യസന്ധരായി വർത്തിക്കുകയാണ് വേണ്ടത്. ചൂടുള്ള പകലിൽ എല്ലാവരുടെയും ജോലി ഒരുപോലെയല്ല. പിന്നെയോ മരുഭൂമിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നടുറോട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പകലിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ റമദാനിലും സജീവമായിട്ട് നടക്കുന്ന അവസ്ഥയാണുള്ളത്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോമ്പിൻ്റെ ഹുക്മെന്ത്? അതൊരു പ്രധാന വിഷയമാണ്. ഒരിക്കലും കഠിനമായ ചൂടോ ജോലിയുടെ കാഠിന്യമോ നോമ്പ് ഉപേക്ഷിക്കുവാൻ കാരണമായി കൂടാ. നോമ്പെടുക്കണം. ചൂട് കൂടുതലാണെങ്കിലും ജോലി ഭാരമുള്ളതാണെങ്കിലും നോമ്പ് എടുക്കേണ്ടതുണ്ട്. അതിൽ നോമ്പിൽ ഇളവില്ല. പക്ഷെ അനുബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നോമ്പെടുത്ത ഒരു വ്യക്തി നോമ്പെടുത്തത് കാരണത്താൽ ഒരു പ്രയാസത്തിലകപ്പെട്ടു, കഠിനമായ ചൂട് കാരണത്താൽ ഒരു പ്രയാസത്തിലകപ്പെട്ടു, അല്ലെങ്കിൽ ജോലി കാരണത്താൽ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അപ്പോൾ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് വേറെ വിഷയമാണ്. ഒരിക്കലും കഠിനമായ ചൂട് നോമ്പ് ഉപേക്ഷിക്കാൻ കാരണമല്ല. ജോലിയുടെ ഭാരവും നോമ്പ് ഉപേക്ഷിക്കാൻ കാരണമല്ല. നോമ്പെടുക്കേണ്ടതുണ്ട്. പക്ഷെ നോമ്പെടുത്ത ഒരു വ്യക്തി ശാരീരികമായി പ്രയാസത്തിലകപ്പെട്ട് ക്ലേശകരമായ അവസ്ഥയിലേക്ക് അയാളുടെ അവസ്ഥ മാറി, രോഗം വരിക, തലചുറ്റലുണ്ടാവുക, അല്ലെങ്കിൽ രോഗിയായി ഛർദിലുണ്ടാവുക, ഇങ്ങനെയുള്ള അവസ്ഥ നോമ്പെടുത്ത ഒരു ജോലിക്കാരന് വന്നു ഭവിച്ചാൽ അപ്പോൾ നോമ്പ് ഉപേക്ഷിക്കുക എന്നുള്ളത് നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങളെ അനുവദിക്കും എന്ന മസ്അലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, രോഗിയായി യാത്രയിലായി എങ്കിൽ നോമ്പ് ഒഴിവാക്കിയിട്ട് പിന്നീട് നോറ്റി വീട്ടിയാൽ മതി എന്ന വിധിയാണ് അത്തരക്കാരിലുള്ളത്. അപ്പം അത് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചൂടിൻ്റെ കാഠിന്യമോ ജോലിയുടെ ഭാരമോ നോമ്പ് ഉപേക്ഷിക്കാൻ കാരണമായി കൂടാ. നോമ്പെടുക്കേണ്ടതുണ്ട്. പക്ഷെ ജോലിയിൽ തുടർന്നു, ചൂടിൻ്റെ കാഠിന്യം കൂടി ഒരു പ്രയാസം, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ലാ, വരികയാണ് എങ്കിൽ അപ്പോൾ നോമ്പ് ഉപേക്ഷിക്കുന്നത് അത് പണ്ഡിതന്മാർ അതിൽ ഇളവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്തരം ഒരവസ്ഥയിൽ എത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഉപേക്ഷിക്കുന്നതിൽ അയാൾക്ക് ഇളവുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ചൂടിൽ പ്രയാസം അത് നമ്മൾ സഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുറേ പ്രയാസങ്ങളെ വഴിമാറ്റുന്ന ഒരു നാളെയെ പ്രദാനം ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശന്നിരുന്ന് നമസ്കരിച്ചപ്പോൾ, വിശപ്പ് കാരണത്താൽ ഇരുന്ന് നമസ്കരിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനെ നോക്കി കരഞ്ഞില്ലേ? അള്ളാഹുവിൻ്റെ റസൂലാണ്. ഇരുന്ന് നമസ്കരിക്കുന്നത് നിന്ന് നമസ്കരിക്കുവാനുള്ള കരുത്തില്ലാഞ്ഞിട്ടാണ്. കാരണം കുറേ ദിവസമായിട്ട് ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അൽ ജൂ യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ വിശപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞു റസൂലുള്ളാഹിന്റെ ഹാല് കണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി വിശക്കുന്നവർക്ക് ആഖിറത്തിൽ വിശക്കേണ്ടി വരികയില്ല എന്നുള്ളതാണ്. അപ്പോൾ ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി ഈ ഒരു പ്രയാസം സഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിൽ
പ്രയാസം ഉണ്ടാവില്ല. ആഖിറത്തിൽ അത്തരക്കാരെ തേടി എളുപ്പവും ആശ്വാസവും ആയിരിക്കും. അത് സഹാബികൾ മനസ്സിലാക്കിയത് കാരണത്താലാണ് സഹാബികൾ ചൂട് പ്രശ്നമാക്കാതെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിലയുറപ്പിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നിടത്തേക്ക്, ക്ഷണിക്കുന്നിടത്തേക്ക് അവർ മുമ്പന്മാരായി എത്തുകയും ചെയ്തത്. തബൂക്ക് യുദ്ധവേളയിൽ 30,000 പേരെയും കൊണ്ടാണ് റസൂലുള്ള തബൂക്കിലേക്ക് പോകുന്നത്. മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് എത്ര ദൂരമുണ്ട്? 700 ചില്ലാനം കിലോമീറ്ററുകളുണ്ട്. അന്ന് മണലിന് കഠിന ചൂടാണ്, കാലാവസ്ഥയും കഠിന ചൂടാണ്. അതുകൊണ്ടാണ് കപട വിശ്വാസികൾ മുസ്ലിമീങ്ങളോട് പറഞ്ഞത് ലാ തൻഫിറു ഫിൽ ഹർ, ചൂടാണ്, എവിടേക്കാണ് മദീന വിട്ട് നിങ്ങൾ പോകുന്നത്, പുറത്തു പോകണ്ട എന്ന് വരെ കപട വിശ്വാസികൾ പറഞ്ഞു, ചൂടാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുൽ നാറു ജഹന്നം അശദ്ദു ഹർറ, പറഞ്ഞേക്കുക നരകത്തിയാണ് ഏറ്റവും കഠിനമായി ചൂടുള്ളത്. ലൗ കാന യഫ്ഖഹൂൻ, ആളുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അപ്പൊ നല്ല ചൂടായിരുന്നു. 30,000 ആളുകൾ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോയത് എങ്ങനെയാണ്? 18 പേർ ഒരൊട്ടകപ്പുറത്ത് ഊഴമനുസരിച്ചായിരുന്നു സഞ്ചരിച്ചിരുന്നത്. 18 ആളുകൾ ഊഴമനുസരിച്ച്, 18 ആൾക്ക് സഞ്ചരിക്കാൻ ഒരൊട്ടകം, അവർ ഊഴമനുസരിച്ചായിരുന്നു മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോയത്. ചിലരൊക്കെ കാൽനടയായിട്ട്. അബൂദറുൽ ഗിഫാരി ഈ 700 ചില്ലാനം കിലോമീറ്റർ മദീനയിൽ നിന്ന് താണ്ടിയത് ഈ ചുട്ട മണൽക്കാടിനെ തൻ്റെ കാലുകൊണ്ട് നടന്ന് കീറി മുറിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒട്ടകം ഉണ്ടായിരുന്നു, പക്ഷേ ഒട്ടകത്തിന് സ്പീഡില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോകാൻ അദ്ദേഹത്തിന് അവസരവും കിട്ടിയില്ല. പിന്നീട് അദ്ദേഹം ഒട്ടകത്തെ ഒഴിവാക്കിയിട്ട് തൻ്റെ ഭാരം മുതുകിൽ പേറിയിട്ട് നടക്കുകയാണ് ചെയ്തത്. അബു ഹൈസുമ എന്ന് പറയുന്ന സഹാബി അപ്രകാരമാണ്. ജയ്ഷുൽ ഉസ്രയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കിയത്. വളരെ ഞെരുക്കമായിരുന്നു മദീനയിൽ, കഠിനമായ ചൂടും, വരുമാനമല്ല. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചിലർ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, റസൂലെ, ഞങ്ങൾക്ക് വാഹനമല്ല, ഞങ്ങൾക്ക് ഭൗതികമായ വിഭവങ്ങളുമില്ല, പക്ഷേ നിങ്ങൾ ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം. എവിടെ കൊണ്ടുപോകണം? തബൂക്കിലേക്ക് കൊണ്ടുപോകണം എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനുള്ള വാഹനം ഞാൻ കാണുന്നില്ല. ഈ സമയം ആ സഹാബികൾ മടങ്ങിപ്പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറത്ത് തൗബയിൽ തവല്ലൗ വഅയുനുഹും തഫീദു മിനദ്ദം ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. ആ പ്രവാചകന്റെ അടുക്കൽ നിന്ന് അവർ വീട്ടിലേക്ക് പിരിഞ്ഞു പോവുകയാണ്. അവർക്ക് പ്രവാചകനോടൊപ്പം തബൂക്കിലേക്ക് പോകാൻ കഴിയണില്ല. ഈ 30,000 ആളുകളിൽ മെമ്പർമാരാകാൻ കഴിയാതെ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅയുനുഹും തഫീദു മിനദ്ദം ഹസന, ദുഃഖത്താൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുകയാണ്. അല്ലാ യജിദു മാ യുൻഫിഖൂൻ, പൈസ അല്ലല്ലോ ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ കൂടെ പോകാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് അവർ കരഞ്ഞു പോവുകയായിരുന്നു എന്നാണ് അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നോക്കി നിങ്ങൾ, സഹാബികൾ ഉള്ളവർ കയ്യും മെയ്യും മറന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഴുവൻ സ്വത്ത് കൊടുത്ത്, ഉമർ തന്റെ സ്വത്തിന്റെ പകുതി കൊടുത്ത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് 200 ഊഖിയ നൽകി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ദീനാറുകളും ദിർഹമുകളും കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വിതറിയിട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളത് കണ്ട് കൺകുളിർത്ത് പറഞ്ഞത്, ഇനി ഉസ്മാൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന്. ഒരു കുഴപ്പമില്ല. 900 ഒട്ടകങ്ങളെയും 100 കുതിരകളെയും ഇതോടൊപ്പം ഉസ്മാൻ ആ സൈന്യത്തെ ഒരുക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടുത്തെ ചൂടും ആഖിറത്തിലെ ചൂടും മനസ്സിലാക്കിയിരുന്നു. കടുത്തതും ഗൗരവമുള്ളതും ആഖിറത്തിലെ ചൂടാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നരകം കാണിച്ച്, അപ്പൊ റസൂലുള്ളാഹി നരകം കണ്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ കത്തിക്കുന്ന ദുനിയാവിലെ തീ അതിനേക്കാൾ 70 ഇരട്ടി ചൂടാണ് നരകത്തിന്. അപ്പൊ പറയാണ് ഈ ദുനിയാവിലെ ചൂട് തന്നെ മതിയല്ല, വൈനഹാ ലകാഫിയ. അപ്പൊ പറഞ്ഞത് 69 ഇരട്ടി കൊണ്ട് ഈ ഇവിടെയുള്ള ചൂട് തീ ഉണ്ടല്ലോ അതിനേക്കാൾ ശക്തിയുള്ളതാക്കിയിട്ട് നരകത്തിലെ തീ എന്നാണ്. അപ്പോ അവിടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, രക്ഷയും മോക്ഷവും ഉണ്ടാകാൻ ഈ ദുനിയാവിൽ അല്പം നമ്മൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഒരു പുണ്യത്തിൻ്റെ പൂക്കാലം നമുക്ക് നിശ്ചയിച്ച നാള് അല്പം പ്രയാസത്തിൻ്റെതാണെങ്കിലും ക്ഷമിച്ചാൽ സഹിച്ചാൽ അള്ളാഹു നമുക്ക് വലിയ ഖൈറുകളാണ് അനുഗ്രഹിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോമ്പിൻ്റെ മസലകളുമായി ബന്ധപ്പെട്ട് ഇപ്പം ചിലർ ഫ്ലൈറ്റിൽ പോകും. അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് നോമ്പ് തുറന്നിട്ടായിരിക്കും ഫ്ലൈറ്റ് പൊന്തുക. ഫ്ലൈറ്റ് പൊന്തിയിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, കാരണം ഇവർ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ ഇവിടെ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്. ചിലർ ഇപ്പോൾ 6:10 നോമ്പ് മുറിക്കേണ്ട സമയം നമ്മളിവിടെ ആണ് എങ്കിൽ, പക്ഷെ അതിന് മുമ്പ് ഫ്ലൈറ്റ് പൊന്തിയിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല. 6:10 അസ്തമിക്കൂല. പിന്നെയും സൂര്യനെ കാണാൻ സാധിക്കും. എങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്ന 6:10 മനസ്സിലാക്കേണ്ടല്ലോ, ആ സമയത്തല്ല നോമ്പ് തുറക്കേണ്ടത്. പ്രത്യുത നമ്മൾ ഉള്ളയിടത്ത് നിന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയം അത് നോക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ നോമ്പ് തുറക്കേണ്ടത്. ഒരു നാട്ടിൽ നമ്മൾ എത്തി, അവിടുത്തെ ആളുകൾ നോമ്പ് തുറക്കുന്ന സമയത്താണ് നമ്മൾ നോമ്പ് തുറക്കേണ്ടത്. നോമ്പ് പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ അപ്രകാരമാണ്. നമ്മൾ ഇവിടെ നമുക്ക് 29 നോമ്പാണ്. പക്ഷെ 29 നോമ്പിന് ഒരാൾ നാട്ടിൽ പോയി. അപ്പോൾ നാട്ടിൽ 30 നോമ്പുണ്ട് എങ്കിൽ നമ്മൾ 30 തികയ്ക്കേണ്ടതുണ്ട്. ഇവിടെ 30 തികച്ച് നാട്ടിൽ പോകുമ്പോൾ മാസം കാണുന്നതിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ ചെല്ലുന്നിടത്ത് നാട്ടിൽ നോമ്പാണ്, നമുക്ക് 30 തികഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ 31ാമത്തെ നോമ്പ് എടുക്കേണ്ടതില്ല. പക്ഷേ നമ്മൾ ആ നോമ്പ് നോൽക്കുന്ന നാട്ടിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുവാനോ നമ്മൾ നോമ്പില്ല എന്നുള്ളത് പരസ്യപ്പെടുത്താനോ പാടുള്ളതല്ല. നമ്മൾ നോമ്പ് എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് നോമ്പ് എടുക്കാതിരിക്കാൻ ഇളവുണ്ട്. പക്ഷേ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് അവരോടൊപ്പമാണ്. ഒരാൾ 28 നോമ്പെടുത്ത് ഒരു നാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ പെരുന്നാൾ ആഘോഷമാണ്. അയാൾക്ക് 29 നോമ്പ് കിട്ടിയില്ല, 30 നോമ്പ് കിട്ടിയില്ല. 29 നോമ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ അയാൾ ഒരു നോമ്പ് പിന്നീട് നോറ്റ് വീട്ടേണ്ടതുണ്ട്. അയാൾ എത്തിയെടുത്ത് 28 നോമ്പ് എടുത്തിട്ടാണ് അയാൾ നാട്ടിലെത്തുന്നത്. പക്ഷേ 29ാമത്തെ അയാളുടെ നോമ്പിന് അന്ന് അവിടെ എത്തിയെടുത്ത് പെരുന്നാളാണ് എങ്കിൽ അവരുടെ പെരുന്നാളിൽ അയാൾ സംബന്ധിക്കുകയാണ് വേണ്ടത്. അയാൾ അന്ന് നോമ്പെടുക്കാൻ പാടില്ല. പിന്നീട് അയാൾ തൻ്റെ ഒരു നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. ആർത്തവരക്തമുള്ള സ്ത്രീകളും പ്രസവരക്തമുള്ള സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് മസാലകൾ. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാത്രി അവരുടെ രക്തം നിലച്ചിരിക്കും. അവർക്ക് കുളിയാണ് ബാക്കിയുള്ളത് ബാങ്ക് കൊടുത്തതിന് ശേഷമെങ്കിൽ അവർക്ക് നോമ്പ് നോറ്റ് തുടങ്ങാവുന്നതാണ്. ബാങ്കിന് ശേഷം അവർ കുളിച്ചാൽ മതി. ഏതുപോലെ ജനാപത്തുകാരനായ ഒരാൾ നോമ്പുകാരനാകാൻ കുളിക്കേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? ജനാപത്തുകാരനായിട്ടുണ്ട് എങ്കിൽ അയാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുളിച്ചാൽ മതി. അപ്പം നോമ്പ് നോറ്റ് തുടങ്ങാൻ ജനാപത്തുകാരനായിരിക്കെ. ഇതേപോലെ ചില സ്ത്രീകൾ ശുദ്ധി പ്രാപിച്ചിരിക്കും, അത് കാരണത്താൽ അവർ നോമ്പെടുത്തിരിക്കും. പക്ഷെ രാത്രിയായിരിക്കും പിന്നീട് അവർ നോമ്പ് തുറന്നതിന് ശേഷമായിരിക്കും പിന്നീട് അവർ ബ്ലഡിൻ്റെ അടയാളം കാണുന്നത് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് പകലിൽ അവർ ശുദ്ധിയായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ നോമ്പ് പരിഗണനീയമാണ്. രാത്രി ബ്ലഡ് കണ്ടു എന്നതിൻ്റെ പേരിൽ പിന്നീട് ഈ നോമ്പ് അവർ ഖളാ വീട്ടേണ്ടതില്ല എന്നുള്ളതാണ്. ബോധക്ഷയം സംഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഫജറിന്റെ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ ബോധക്ഷയത്തിലാണ് എങ്കിൽ അയാൾക്ക് നോമ്പില്ല, അയാളുടെ നോമ്പ് ശരിയാകൂല. സംഭവം മൂപ്പര് തിന്നിട്ടും കുടിച്ചിട്ടൊന്നുമില്ല, മുഴുവൻ പട്ടിണിയാണ്, പക്ഷെ അയാളുടെ നോമ്പ് ശരിയാകൂല. എന്നാൽ പകലിന്റെ ഏതാനും സമയങ്ങൾ ഒരാൾ ബോധരഹിതനാണ്, നോമ്പ് നോറ്റ് തുടങ്ങി, പിന്നീടാണ് അയാൾക്ക് ബോധക്ഷയം ഉണ്ടായത്. ആ ബോധക്ഷയം
അസ്തമയം വരെ തുടർന്നിട്ടുണ്ട് എങ്കിൽ അയാളുടെ നോമ്പ് ശരിയാണ്, ആ നോമ്പ് അയാൾ ഖദാ വീട്ടേണ്ടതില്ല. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉണർത്തിയ ഫത്വ. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധം ഈ പുണ്യമാസത്തെ വരവേൽക്കുവാനും അതിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുകളും നഫ്ഹത്തുകളും ലഭിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അവർക്കും നമുക്കും അള്ളാഹു കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.